ഗൈസ് നമുക്ക് രാവിലെ തന്നെ ബാബേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായിട്ട് വേഗം വീട്ടിലേക്ക് വായോന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആളൊന്നും പറയണില്ല, വേഗം വീട്ടിലേക്ക് വരാനാണ് പറയണത്. നമ്മളെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. നമ്മളെ മസ്താങ്ങും സ്കോർപ്പിയോ സൂപ്പറൊക്കെ നമ്മളെ അവിടെ സൂപ്പറും മസ്താങ്ങും വർക്ക്ഷോപ്പിലാണ്. സ്കോർപ്പിയോ പിന്നെ നമ്മളൊരു ഫ്രണ്ട് വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് നേരെ ബാബേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാണാം ഗൈസ് നമ്മൾ ബാബേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ എന്നെ വിളിച്ച വേറെ ഒന്നിനല്ലേ, നമ്മളെ എയർപോർട്ടിന്റെ അവിടെ ഒരു ഗോൾഡൻ നിസാൻ GTR എടുക്കുന്നുണ്ട്. അത് അടിച്ചു മാറ്റി കൊണ്ടുവരാ എനിക്ക് ഞാൻ ഒരു കോടി രൂപ തരാം. എന്ത് ഗോൾഡൻ GTR? അത് അടിച്ചു മാറ്റി കൊടുന്ന 1 കോടിയാ? 1 കോടിയൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് 5 കോടി തന്നാലേ ഞാൻ എടുത്തോണ്ടിരുള്ളൂ. 5 കോടിയോ? 5 കോടി ഒന്നുമില്ല, 1 കോടി തരാൻ പറ്റുള്ളൂ. എന്നാ 1 കോടി താൻ തന്നെ വെച്ച, ഞാൻ അടിച്ചു മാറ്റി കൊണ്ടിരില്ല. എടാ ചതിക്കല്ലേ, എനിക്ക് 5 കോടി ഇല്ലേ, ഞാൻ തരാം. അജ് വേഗം പോയൊന്ന് അടിച്ചു മാറ്റി കൊണ്ടിരി. അങ്ങനെ ബാബേട്ടൻ ഞങ്ങൾക്ക് 5 കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 കോടി ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. ആ GTR വിറ്റാൽ തന്നെ കിട്ടും ഒരു 15-20 കോടി. പിന്നെ അങ്ങനെ 1 കോടി നമുക്ക് തന്നിട്ട് നമ്മളിത് എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എന്താ GTR പോലെ എന്തൊക്കെ എടുക്കണ കാണുന്നുണ്ട്. അതന്നെയാണോന്ന് തോന്നുന്നു, അതന്നെയാവും. എന്തൊരു കണ്ടെയ്നറും പോലീസ് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഞാൻ സ്നൈപ്പർ എടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ അവിടെ കണ്ടെയ്നറും പോലീസ് വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അയ്യോ, പ്ലെയിനിൻ്റെ കൊമ്പത്ത് കാലമാണ് സൂം ചെയ്തത്. ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഗൈസ് കണ്ട GTR. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു പോലീസ് വണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോലീസുകാരൊന്നും കാണാനില്ല. 3 പോലീസ് വണ്ടി എന്തൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ GTR ഒന്നും ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. കണ്ടെയ്നറിൽ നിന്ന് ഇറക്കിയപ്പോൾ എന്തോ പ്രശ്നമായിട്ട് പോലീസുകാരൊക്കെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും 3 വണ്ടിയിൽ പോലീസുകാരില്ലാന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലനെ GTR പോയിട്ടൊന്ന് അടിച്ച് മാറ്റാം. ആരില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ആരുമില്ല ഗൈസ്, പോലീസുകാരൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാരെ വണ്ടി എടുത്തുണ്ടാവും. നമുക്ക് മെല്ലനെ വണ്ടി പോയി, വണ്ടിയുടെ ഉള്ളിൽ ചാവി ഉണ്ടണാവോ ഗൈസ്? പൊട്ടന്മാർ ഇവർ ഡോറൊന്ന് ലോക്ക് ചെയ്യാണ്ടാവുമായിരിക്കണം. വണ്ടിയുടെ ഉള്ളിൽ ചാവിയുണ്ട്. നമുക്കിനി നേരെ ഇതെടുത്തിട്ട് ബാബേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോവാം. ചിലപ്പോൾ പോലീസുകാരൊക്കെ അലർട്ടാവാൻ ചാൻസ് ഉണ്ട്. ഷർട്ടാക്കണ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, വണ്ടി ഓണാക്കണ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഗായ്സ് പറഞ്ഞാൽ തീർന്നില്ല. ഇത് പോലീസുകാരൊക്കെ മേലേക്ക് വന്ന് ചാടുന്നു. വണ്ടി ഡാമേജ് ആയ പിന്നെ പറഞ്ഞിട്ട് കയറില്ല ഗൈസ്. ഇതിൻ്റെ ഡാമേജൊക്കെ ശരിയാക്കാൻ തന്നെ വേണം നല്ല പൈസ. ഇതാ ഗൈസ് നമ്മൾ അവരെ കയ്യിൽ നിന്ന് എങ്ങനെ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ബാബേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാം ഗൈസ്. അങ്ങനെ ബാബേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇനി ഗാരേജിക്ക് മെല്ലെ കയറ്റിയിട്ട് കൊടുക്കുക. ഇതവിടെ കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാബേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവുക ഗൈസ്. നമുക്ക് അങ്ങനെ ബാബേട്ടൻ 5 കോടി തന്നിട്ടുണ്ട്. ആളാദ്യം തട്ടിപ്പൊക്കെ എടുക്കാൻ നോക്കി ഗൈസ്. 1 കോടി വന്നിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കി. ഞാൻ വണ്ടി അവിടെ തിരിച്ചു കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു പിന്നെ 5 കോടി തരാമെന്ന്. നമുക്കിപ്പോൾ പോവാൻ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഈ സൈക്കിൾ കിട്ടി. നമുക്ക് ഇനി ഇതെടുത്തിട്ട് നേരെ പോവാം.